ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഒരു ചെറിയ എക്കോ ഉണ്ടെന്നറിയാം, എന്നാലും ഐ തിങ്ക് വീണ്ടും പാതിരാത്രി ടോക്ക് മനസ്സ് തുറക്കുന്നു. സൗണ്ടിലും അതേപോലെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. ഏതായാലും ഇന്ന് പോഡ്കാസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ പത്താമത്തെ പോഡ്കാസ്റ്റ് ഇത്രയും മെമ്മറബിൾ ആക്കാൻ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. ബിക്കോസ് ലൈഫിൽ തന്നെ വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ്, എന്തുവാ ഈ നൈറ്റിനെ കുറിച്ച് പറയുക, ഒരു അടിപൊളി നൈറ്റാണ്. അത് ഇത്രയും അടിപൊളിയാക്കാൻ കാരണം ഇതേപോലത്തെ ഒരു രാത്രി 2 തവണ പ്രതീക്ഷിച്ചതാണ്. 2014 2018. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് ഞായറാഴ്ച ആണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്നത്. ഫൈനലായതുകൊണ്ട് തന്നെ വീറും വാശിയും, അത്യാവശ്യം നല്ലൊരു ഓപ്പണൻറ്റും, എന്തുകൊണ്ടും നല്ലൊരു ഫൈനലാവും എന്ന് പ്രതീക്ഷിച്ചതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ദ ഫ്രാൻസ് ഫുട്ബോൾ ടീമിന് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷന് അർജൻറ്റീന കൊടുത്തതിന്. അതുപോലെ മൊത്തം കോമ്പറ്റീഷൻ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഖത്തർ മുന്നോട്ട് നീങ്ങിയതിനും മിസ്റ്റർ ഖത്തർ അമീറിനും എല്ലാവർക്കും നന്ദി. എനിവേ, ഇപ്പോഴത്തെ അർജൻറ്റീന നേട്ടം പറയുമ്പം അല്ലേ, എന്തുവാ, ഹാപ്പിനെസ് അറ്റ് പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിസ്റ്റർ ലൂതർ, നമ്മളെ വ്യക്തിയുണ്ടല്ലോ, അയാൾ ഈ 2 ആഴ്ചയായിട്ടൊരു ഹെവി സ്ട്രെസ്ഡിലാണ്. ഒരിക്കലും പുസ്തകത്തിൻ്റെ ഒരിക്കലും അങ്ങനത്തെ അതല്ല, പക്ഷെ മനുഷ്യന്മാരായിട്ടുള്ള പരിചയത്തിലൊക്കെ ആയിട്ട് ആൾ അത്രയും സ്ട്രെസ്ഡായി നിൽക്കുന്നിടത്തുനിന്നാണ് ലൂതറല്ല, ലുത്ഫി ലവ് ചെയ്തൊരു മനുഷ്യനായിട്ട്. ഇത് കാറ്റലോണിയൻ കാറ്റലോണിയൻ ലെജൻഡ്, മൊറോർ റൊസാരിയോയുടെ പയ്യൻ, ദ ലയണൽ ആൻഡ്രസ് മെസ്സി. പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എനിവേ, ഐ ഡോണ്ട് നോ, എനിക്കല്ല, അത്രയും ഇമോഷണൽ എക്സ്ട്രീമാണ്. കാരണം ഇതേ ഒരു രാത്രി 2014 ജർമ്മനി ബ്രസീൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. ഡിമാരിയ ഇല്ല എന്ന് പറഞ്ഞു, ഹിഗ്വാനും മിസ്സുകൾ വന്നു. അത് അപ്പോഴേ ഒരു സംശയം അടിച്ചിരുന്നു, അത് നമ്മുടെ ദിവസമല്ല. പിന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. ദ ഗോഡ്സെ വന്ന് ജർമ്മനിയുടെ ഗോഡായി മാറിയതും നമ്മുടെ ചങ്ക് പളർത്തിയ നിമിഷവും. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് കണ്ടത്, ഒറ്റക്ക്. അയ്യോ, എന്നാൽ രാത്രി പോലും എനിക്ക് മരിക്കാൻ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കരഞ്ഞ രാത്രിയാണ്. കാരണം അതൊന്ന് ഗോളായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മെസ്സിൻ്റെ ആ ഒരു ഷോട്ടൊന്ന് ഉള്ളിലോട്ട് കയറിയിരുന്നെങ്കിൽ നിരാശതാണ്. പിന്നെയും അടുപ്പിച്ച് ദുഃഖങ്ങൾ കൊണ്ടുവന്നു. കോപ്പ അമേരിക്ക പെനാൽറ്റി മിസ് അഗെയിൻ. അയ്യോ, പിന്നൊരു അപ്പോഴും ബാർസ എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് അറ്റ്ലീസ്റ്റ് യൂസിലടിക്കണ്ടല്ലോ. പിന്നെ ബാർസയും ഫോൾ ഡൗൺ ആകാൻ പോയി തുടങ്ങി. മൊത്തത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവർ തകർന്നു പോകണ പോലെ തോന്നി. അറ്റ്ലാസ്റ്റ് കോപ്പ അമേരിക്ക അടിക്കണ വരെ. പിന്നെ കോപ്പ അമേരിക്ക അടിച്ചു. പിന്നെ ബാർസലോണ വിട്ടുപോയി. അതും ഇതേപോലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് കുറച്ചുണ്ട് വരാം, എന്നാലും മതി. എനിക്ക് ഐ നീഡ് ടു സേ, ആ രാത്രി പറയുമ്പോൾ ഞങ്ങൾ +2 ആയിരുന്നു. അത് ഞങ്ങൾ +2 ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും ഇപ്പം മെസ്സി വരും, ജസ്റ്റ് പറ്റിക്കാനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെയാണ് അയാളെ പ്രസ് കോൺവെർസേഷൻ വന്നതും കണ്ണീരിലാക്കിയതും. അപ്പോഴും കോപ്പ അമേരിക്ക അടിച്ചല്ലോ, വി ആർ ഹാപ്പി. പിന്നെയാണ് വേൾഡ് കപ്പ് വന്നതും. വേൾഡ് കപ്പിൽ ഒരിക്കലും ബാർസലോണ കണ്ടതോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അർജൻറ്റീന കണ്ടത് മെസ്സിയെ അല്ല കണ്ടത്. നാണക്കുണിങ്ങി എന്ന് പറയുന്നില്ല, എന്നാലും അത്രയും ആക്റ്റീവ് ആകാത്തൊരു ലീഡർ പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അയാൾക്ക് അത് നേടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപോലെ അയാൾ ഒപ്പമല്ലോലും കൈകൊണ്ട് 100% അയാൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2020 വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, ഡാർക്കസ്റ്റ് വേൾഡ് ആണെങ്കിൽ ഫോർ മീ. ഞാൻ കണ്ടെടുത്തോളം ഞാൻ 10, 14, 18, 22 കാണുന്നു. അതിലേറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ളത്, ഏതായാലും കൂടുതൽ കളി കണ്ടതും 20 വേൾഡ് കപ്പിലാണ്, റഷ്യയിൽ നടന്ന വേൾഡ് കപ്പ്. എക്സ്പെക്റ്റേഷൻ ഇല്ല, പക്ഷേ കിട്ടണം. കാരണം കാറ്റലോണിയൻ ക്യാപ്റ്റനാണ് ഫോർ അസ്. കുറേ വണ്ടറും കുറേ മാജിക്കും കാണിച്ചത് മനുഷ്യനാണ്. അയാൾക്ക് ഒറ്റക്കൊണ്ട് തന്നെ ടീം മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഐസ്ലൻഡായിട്ട് ഐ തിങ്ക് സമനിലായി, ആളെ മിസ്സ് വന്നു. പിന്നെ ഇന്നെന്തുവാ ഫ്രാൻസിനായിട്ട് വേൾഡ് കപ്പ് സെമിയിൽ. അയ്യോ, പക്ഷെ അതും മിറാക്കിൾ നൈറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ. നൈജീരിയക്കായിട്ടൊക്കെ ഒരു മിറാക്കിൾ നൈറ്റ്
അയ്യോ അതും എല്ലാ കാൽക്കുലേഷനും ഒത്തുണങ്ങി വന്ന് അപ്പോഴും വിചാരിച്ച് ദൈവം അയാളെ ഒപ്പം ഉണ്ട്, അയാൾക്ക് വേണ്ടിയാണ് ഈ പല കണക്കൂട്ടലും മാറ്റി വെച്ച് തരുന്നത്. പക്ഷേ മിസ്റ്റർ കിലിയൻ എംബാപ്പെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു ഹിം ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് അടിച്ചതിന്. അതേപോലെ അന്ന് അയാൾ ചങ്ക് തകർത്ത് വരാണ്, മെഷറാനോ ടാക്കിൾ ചെയ്തു, ഗ്രീസ്മാൻ്റെ സെലിബ്രേഷൻ അന്നേ പേരുണ്ട്. ഐ തിങ്ക് ഈ വന്നൊരു പാത്ത് ലൈക്ക് റിവെഞ്ച് പോലെയാണ്. കൊറേഷ്യനായിട്ടാണെങ്കിലും ഇതിലായിട്ടാണെങ്കിലും 18 ആര് തകർത്തോ അവരെ തന്നെ തിരിച്ചു കിട്ടി. ഐ തിങ്ക് ഇതിൽ നല്ലൊരു പാത്തുണ്ടായിരുന്നു. സെമിയിൽ ബ്രസീൽ, ഫൈനലിൽ റൊണാൾഡോ, ദെൻ ഹീ ക്യാൻ ടെൽ ദ ഗോട്ട്. പക്ഷെ ഇപ്പോഴും പറയാം കേട്ടോ, ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ദ ഓൾ ടൈം. കാരണം അയാൾ കളിച്ച എല്ലായിടത്തും അവിടുത്തെ മേജറായി ട്രോഫി മേടിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ മേജറായി ട്രോഫി, UCL അടിച്ചിട്ടുണ്ട്, ഇതാ വേൾഡ് കപ്പ് അടിച്ചു, കോപ്പ അമേരിക്ക അടിച്ചു, പിന്നെ ലീഗ് കിരീടങ്ങൾ അടിച്ചിട്ടുണ്ട് ആളാ. എനിവേ വേണമെങ്കിൽ പറയാം ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ. 1000 അല്ലെങ്കിൽ 1003 നമ്മൾ കളിച്ച 1000 ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഒരു ഗോട്ടാണ് മിസ്റ്റർ ലിയോ. എന്തുവാ അത്രയും ഹാപ്പിയറാക്കി തന്നു. പലപ്പോഴും ഫ്രീ കിക്കും ഗോൾസും വണ്ടേഴ്സൊക്കെ ആയിട്ട് അത്ഭുതം കാണിച്ചുന്ന മനുഷ്യനാണ്. അതേപോലെ തന്നെ ഒരുപാട് മൂപ്പര് കരഞ്ഞപ്പോൾ ഞങ്ങളും കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഞാൻ മാത്രമൊന്നുമില്ല അർജൻറ്റീന ഫാൻ, അല്ലെങ്കിൽ ഞാനൊന്നുമില്ല ലേറ്റ് അർജൻറ്റീന കട്ട അർജൻറ്റീന ഫാനൊന്നും. ബട്ട് ആ ഒരു നിമിഷങ്ങൾ ആസ് എ അർജൻറ്റീനയേക്കാളും കാറ്റലോണിയ ഫോർ മീ, ബാർസലോണയുടെ കടുത്ത ആരാധന കൂടി ആയതുകൊണ്ട് ആ സമയത്തൊക്കെ എത്തിച്ച് ബയണായിട്ടിൽ 8-2 ലൂസ്, അങ്ങനെ ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രി വന്നിട്ടുണ്ട്. ലിവർപൂളിനായിട്ടുള്ള ഡിഫീറ്റ്, റോമനായിട്ടുള്ള ഡിഫീറ്റ്, ബാക്കിയുള്ള ഡിഫീറ്റുകൾ ഇപ്പോൾ വരുന്ന ഡിഫീറ്റുകളൊക്കെ താങ്ങാം. പക്ഷെ അന്നൊക്കെ അദ്ദേഹത്തിന് വണ്ടർ കാണിക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ടും ചില സില്ലി മിസ്റ്റേക്കുകളുണ്ട്. ബട്ട് നൗ ഐ വാസ് ഹാപ്പി ബിക്കോസ് അദ്ദേഹം ഹാപ്പി എന്നുള്ളത് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ ആഴ്ച പോഡ്കാസ്റ്റ് എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. ബിക്കോസ് ഞാൻ അത്രയും സ്ട്രെസ്ഡ് ആയ ഒരാഴ്ചയായിരുന്നു. ഏതായാലും വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ് അദ്ദേഹം ആ വേൾഡ് കപ്പ് എടുക്കണം എന്നുള്ളത്. കാരണം അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നു എന്നൊരു കാര്യം ഞാൻ പറയില്ല, അത്രയും ഇഷ്ടപ്പെട്ട പ്ലെയറാണ്. പണ്ട് മുതലേ കാണുന്നൊരു പ്ലെയർ. 2011 മുതൽ ബാർസയുടെ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസും കാണാൻ കഴിഞ്ഞൊരു മനുഷ്യൻ. അയാളുടെ എല്ലാ വണ്ടേഴ്സും, അയാളുടെ ടേണും, അയാളുടെ ഷൂട്ടും, അയാളുടെ പാസും, അയാൾക്ക് വന്നു പോയ ട്രിയോസ്, MNS ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്ന ഡെമ്പല്ലിയും കുട്ടിനും അങ്ങനത്തെ പ്ലെയേഴ്സ് ആണെങ്കിലും ഗ്രീസ്മാൻ ആണെങ്കിലും അതിന് മുന്നോട്ട് വരുമ്പോൾ വിയയും സാവിയും ഈനേസ്റ്റിയും എല്ലാവരും ഇല്ല കാലത്ത്. അതൊരു വണ്ടറായിരുന്ന കാലമായിരുന്നു. എനിവേ ആ ഒരു റൊസാരിയോ പയ്യൻ ഇപ്പം ഹാപ്പി ആയിരിക്കുന്നു. മോറോവർ ഞങ്ങളുടെ പഴയ ക്യാപ്റ്റൻ, എക്കാലത്തിന് മികച്ച പ്ലെയർ, അയാൾ ഹാപ്പി ആയിരിക്കുന്നു. മോറോവർ പഴയ ക്യാപ്റ്റൻ എന്ന് പറയുന്നില്ല, ഇപ്പോഴും അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കടുത്ത അർജൻറ്റീന ഫാനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഐ ലവ് ആ ഒരു ഫുട്ബോളും കുറച്ചുകൂടി വീറും വാശിയുള്ള ഈ ജോബോ ബോയിൻ്റെ പോലെ അതിമനോഹരമായിട്ടുള്ള കളിയൊന്നുമില്ല. പക്ഷേ ആ കളിക്ക് വേണ്ടെന്താണോ, നന്നായി കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ മനോഹരമായി കളിക്കാൻ മനോഹരമായിട്ട്, വാശിയാണെങ്കിൽ വാശി. ഐ തിങ്ക് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കാർഡ് മേടിച്ച ഒരു രാജ്യമാണ് അർജൻറ്റീന. അത്രയും ഡിസിപ്ലിനായിട്ടുള്ള രാജ്യമൊന്നുമല്ല. പിന്നെ ജഗ്വേരയുടെ നാട്, മറഡോണയുടെ നാട്. ഈ സമയത്ത് ഐ തിങ്ക് മറഡോണ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചിട്ടുണ്ട്. കാരണം മൂപ്പര് ലെജൻഡാണെന്ന് പറയുമ്പോഴും ചില നേരത്ത് ഇയാളുകൊണ്ടൊന്നും പറ്റില്ല, ഈ ക്യാപ്റ്റൻ ലിയോ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ലിയോക്ക് അയാളുടെ സ്മരണ ഉണ്ടെങ്കിൽ തന്നെ അയാൾ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന അവസരം കൂടിയായിരുന്നു. ഒരിക്കലും പറഞ്ഞില്ല. കാരണം ആ ഒരു ഭയങ്കര മോശമായ ടീം വെച്ചിട്ടാണ് മറഡോണ, മോശമായെന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സ് മോശമായിട്ടില്ല, അത്രയും ക്വാളിറ്റി കുറവ് വെച്ചിട്ടാണ് ലൈക്ക് നെപ്പോളി അങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അതേപോലെ രണ്ട് വട്ടം കൊടുത്തിട്ടുണ്ട്. മോശം പ്ലെയർ അല്ല, പക്ഷേ പല സ്റ്റേറ്റ്മെൻറ്റ്സും ഹീ ക്യാൻ പ്രൂവ് ഇറ്റ്. ബട്ട് നോ മോർ ഹി വാസ് എനിവേ ഹാപ്പിയാണ്. ഐ വാസ് എന്തുവാ ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ച ഒരു സംഭവം തീരുന്നതിൻ്റെ ഫീൽ. അപ്പം എത്രയോ ദിവസം കാത്തിരുന്ന് ഇതേപോലത്തെ 2 മൊമെൻറ്റിൽ കരഞ്ഞ് ഒലിപ്പിച്ച് നടത്താൻ എന്തുവാ തകർന്നു പോയതാണ് അയാളെ തകർച്ച. അയാൾ നമ്മളിതാണെന്നുള്ളൊരു കണക്ഷൻ ഉണ്ടായതാണ്. അയാളുടെ ഓരോ ടേണും ഓരോ ഡ്രിബ്ലിങ്ങും പലതും അറിയില്ല. ഇതിൽ വോയിസ് എങ്ങനെയാണോ, വോയിസ് ക്വാളിറ്റി എങ്ങനെയാണല്ലോ ഒക്കെ ഓരോ ഗോൾ അടിച്ചപ്പോഴും അറിയാണ്ട് സൗണ്ടുകൾ മുഴുവൻ പോയിട്ടുണ്ട്. അപ്പം പക്കാ സൗണ്ടാണോ അറിയില്ല. അതേപോലെ സറൗണ്ട് കഴിയണോ എക്കോ ഫീൽ ചെയ്തേക്കാം. പക്ഷെ മനുഷ്യന്മാർ ശബ്ദം ചെയ്താലും ഉണ്ടാവില്ല പ്രതീക്ഷിക്കും. കാരണം ആരില്ലാത്തൊരു ഏരിയയാണ്. എന്തുവാ അത്രയും ഹാപ്പി നൈറ്റാണ്.
എവ്രി വൺ ആർ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അറിയാം. എല്ലാവർക്കും എപ്പോഴും ഒരു വിജയം ഉണ്ടാകുമ്പം അതിൽ ജയിച്ചവർ മാത്രമല്ല, തോറ്റുള്ള പുറത്തുണ്ടാവും. പക്ഷേ അവർ നന്നായി കളിച്ചവരാണ്, അല്ലെങ്കിൽ അവരാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ ആ ടീം നന്നായി കളിച്ചവരാണ്. എല്ലാവരും നല്ല രൂപത്തിൽ കോമ്പറ്റീറ്റ് ചെയ്തു. ഇതൊരു കപ്പ് ഇവൻ്റാണ്, ഒരു വിന്നറേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് എന്തുവാ, മൊറോക്കോ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിട്ടുള്ള ടീമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരു കർത്തവ്യതര പോലും പ്രതീക്ഷിക്കാത്തതാണ്. അവിടുന്നാണ് അവർ അത്യാവശ്യം നല്ല ടീമുകളൊക്കെ പരാജയപ്പെടുത്തി സെമിയിലോട്ടെത്തിയത്. ഡിസേർവ്ഡ് ഫോർത്ത് എന്നുള്ള ഒരു ഫൈറ്റ്, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ് ഇവിടുത്തെ എല്ലാ ടീമിനും വേണ്ടത്. മോറോവർ ബെൽജിയത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ടീമിൻ്റെ ഉള്ളിൽ തന്നെ നടക്കണം, അസാരസ് ചെയ്യണം, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം മെസ്സി വേൾഡ് ക്ലാസ് പ്ലെയറാണ്, വേൾഡിൽ ബെസ്റ്റ് ആണെന്ന് പറയുമ്പോഴും വിത്തൗട്ട് മെസ്സി അർജൻറ്റീന പോയേക്കാം. പക്ഷേ അതുകൊണ്ട് മെസ്സി അവിടെ ഉണ്ടായപ്പോൾ മെസ്സിക്ക് വേണ്ടി കളിക്കണം ഓരോ പ്ലേയേഴ്സും. ഐ തിങ്ക് എമി മാർട്ടിൻസിന് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം. ആ സേവ് ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, മെസ്സിക്ക് ഞങ്ങൾ 100 കൊടുക്കണം അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് പറയാനുള്ളത്. എനിവേ, ഐ എം സോ ഹാപ്പി. അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇനി ക്രിസ്മസ് ആണ്, ലീവായിട്ടാണ്. അതൊന്നോ ലൂതറും ലുത്ഫിക്കും തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. മോറോവർ നല്ല നല്ല എപ്പിസോഡിലായിട്ട് ഇനിയും വരാം. 10ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും ക്യാച്ചപ്പ് ചെയ്യാം. അതുവരേക്കും ഗുഡ് ബൈ.